കേരളത്തിൽ നടന്നത് ജാതിമത ഭേദമന്യേ ഏറ്റെടുത്ത രാഷ്ട്രീയ വോട്ടെടുപ്പെന്ന് MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനത്തിന് ആരെ ഉൾക്കൊള്ളണമെന്നും ആരെ പിന്തുണയ്ക്കണമെന്നും കൃത്യമായ ധാരണയുണ്ട്. കേരളത്തിന്റെ ചരിത്രമാണിത്. എല്ലാ സ്ഥലങ്ങളിലും യൂണിഫോം ആയിട്ട് ആണ് കിടക്കുന്നത്. വർഗീയമായിട്ട് വരാണെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് മാത്രമല്ല മറ്റൊരു പ്രദേശത്ത് മാത്രം ഇങ്ങനെയല്ല. ഓരോ പ്രദേശത്ത് നമ്മൾ നോക്കുമ്പോഴും ജാതി മത ഭേദമന്യാണ് വന്നിട്ട്. കൺസോളിഡേഷൻ എന്നൊരു വാക്ക് നമ്മൾ പലർക്കും കേൾക്കാറുണ്ട്. കൺസോളിഡേഷൻ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ കൺസോളിഡേഷൻ മറ്റൊരു സ്ഥലത്തുണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും കൂടെ ഉള്ള നിയോജക മണ്ഡലങ്ങൾ, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുള്ള നിയോജക മണ്ഡലങ്ങളിലും UDF വിജയം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഉള്ള സ്ഥലങ്ങളിൽ LDF റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഉദാഹരണമായിട്ട് AC മൊയ്തീന്റെ തൃശ്ശൂര് AC മൊയ്തീൻ റീറ്റെയിൻ ചെയ്തു. വലിയ ഹിന്ദു മെജോറിറ്റി മാത്രമുള്ള നിയോജക മണ്ഡലങ്ങളിൽ LDF നിലംപൊത്തി. ഉദാഹരണം കണ്ണൂർ ജില്ലയിൽ, അല്ലെങ്കിൽ അതേമാതിരി കൊല്ലം ജില്ലയിൽ ഒക്കെ. അപ്പൊ അതിന്റെ അർത്ഥം ജാതി മതമല്ല ഇത്തവണത്തെ പൊളിറ്റിക്സ്. ജാതി മതത്തിന് അതീതമായിട്ട് രാഷ്ട്രീയമാണ് അവിടെ വന്നത്. അപ്പൊ ഭരണത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാർ, ഭരണത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടി, ഇപ്പൊ ഇതിങ്ങനെ ഇതിന്റെ ഇതിന്റെ വിലയിരുത്തലുണ്ടായിട്ടുണ്ട്. ആ പാർട്ടിക്കുള്ളിൽ തന്നെ ആ പാർട്ടിക്ക് ബഹുഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ മറ്റൊരു ഇല്ലാത്ത സ്ഥലം നമ്മളിങ്ങനെ വിലയിരുത്തുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയും മുനീറും ET മുഹമ്മദ് ബഷീറും തോറ്റൽ, അത് ആ പാർട്ടിനെയാണ് അവിടെ ഭൂരിപക്ഷം. ആ മതത്തിൽപ്പെട്ടവർ തന്നെയാണ് ഭൂരിപക്ഷം. 2006 ഓർമ്മ ശരിയാണ്. കോൺഗ്രസിൽ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ളവരാണ്. എന്നാൽ ജനവികാരം VD സതീശനൊപ്പമാണ്. ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ കടുത്ത തിരിച്ചടി നേരിട്ടുവെന്നത് സത്യമാണ്. ഇത് പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തണം. കൂടാതെ അനാവശ്യമായ മതപരമായ കാര്യങ്ങളിലും ആചാരങ്ങളിലും ഇടപെടാതിരിക്കുകയും രാഷ്ട്രീയ നിലപാടുയർത്തി മുന്നോട്ട് പോകുകയുമാണ് ഇടതുപക്ഷം ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗിന് കൂടുതൽ മന്ത്രിമാരെ നൽകുമ്പോൾ ആരും അസ്വസ്ഥതപ്പെടേണ്ടതില്ല. ഇടതുപക്ഷം ഭരിച്ചപ്പോൾ മന്ത്രിസഭയിൽ എത്ര ഹൈന്ദവരുണ്ടെന്ന് ആരും ചോദിച്ചിട്ടില്ല. ലീഗിന്റേതും അതുപോലെ കണ്ടാൽ മതിയെന്നും അദ്ദേഹം വിവരിച്ചു. അവര് നമ്മുടെ വയനാട് മന്ത്രിസഭയിലാണ് ഒരൊറ്റ മുസ്ലിം ഉണ്ടായിരുന്നു, TK ഹംസ. പിന്നീട് അച്യുതാനന്ദൻ മന്ത്രിസഭ വന്നപ്പോൾ പാലോളിയും കരിയും ഉണ്ടായി. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഇപ്പോഴും രണ്ടുപേരുള്ളൂ. അതിലൊരാൾ ഫുട്ബോൾ കളിക്കണം, അതിനപ്പുറത്തൊന്നും പോർട്ട്ഫോളിയോ നിങ്ങൾ കൊടുത്തില്ല അല്ലെ. രണ്ടാമത്തെ ആള് റിയാസിന് മാത്രമാണ് കാര്യമായിട്ടൊരു ഘനപ്പെട്ട പോർട്ട്ഫോളിയോ കൊടുത്തിട്ടുള്ളൂ. മറ്റേ പോർട്ട്ഫോളിയോ ആരും കുറ്റം പറഞ്ഞില്ലല്ലോ. ഞാൻ അന്ന് കമ്മ്യൂണിസ്റ്റിനെ ആൾക്കാരുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു, അവരോട് നിങ്ങൾ വോട്ട് ചെയ്യണില്ലല്ലോ, ഞങ്ങൾ വോട്ട് ചെയ്യണതിനനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇക്കണക്കിന് വോട്ട് ചെയ്തതല്ല എന്നോ ചോദിച്ചാൽ, അപ്പൊ അതേ പ്രിൻസിപ്പിൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ലീഗിനാണ് കാരണം ഏറ്റവും അധികം വോട്ട് ഇത്തവണത്തെ ഇലക്ഷനിൽ UDF ലീഗിന്റെ 23 മണ്ഡലം മാത്രമല്ല, കോൺഗ്രസിലുള്ള MLA-മാർക്കൊക്കെ അറിയാം. പ്രവീണായാലും അഭിജിത്ത് ആയാലും ജയന്ത് ആയാലും ഒക്കെ അവർക്ക് അറിയാം. മുസ്ലിം ലീഗിന്റെ കഠിനമായ വർക്കിന്റെ ബേസിസിലാണ് അവരൊക്കെ MLA-മാരായി. അപ്പോ തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ പിന്നെ വേറെ കാര്യം, മുസ്ലിം ലീഗിന് മാത്രം മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ അത് നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യണം. എന്തിനാ അത് സ്ക്രൂട്ടനൈസ് ചെയ്തതിന്റെ അർത്ഥം അതിൽ മുസ്ലിങ്ങൾക്ക് എത്ര കൊടുക്കുന്നുണ്ടെന്ന് നോക്കിയിട്ടാണ്. ആ സ്ക്രൂട്ടനി ശരിയല്ല. CCN മലപ്പുറം.